ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇൻസ്ട്രക്ഷൻസ് നോക്കാം. 50 minutes ഈസ് ഗിവൻ ആസ് കൂൾ ഓഫ് ടൈം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ഓരോ ക്വസ്റ്റ്യൻസും ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 2 scores. അപ്പോൾ എന്താണ്, 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്താൽ ഓരോന്നിനും 2 മാർക്ക് വീതം. ഐഡൻറ്റിഫൈ ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് പിക്ചർ. അപ്പോൾ താഴെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും മെഗാലിത്തിക് മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ 2 മോണ്യുമെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, കുടക്കല്ലാണ്. രണ്ടാമത്തെ മെൻഹിറാണ്. ഓക്കെ, അപ്പോൾ എ ബിയുടെ അവിടെ അത് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ? അലക്സാണ്ടർ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? കുറേ പോയിൻറ്റ്സ് ഉണ്ട്. 2 മാർക്കാണ്. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. ടു ക്യാപ്ചർ ഓൾ റിലീജിയസ് അണ്ടർ പേർഷ്യൻ എംപറർ. അപ്പോൾ പേർഷ്യൻ എംപറിൻ്റെ കീഴിലുള്ള എല്ലാ റിലീജിയസും എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും. ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഹു വാസ് ദ ഫേമസ് Kushana ruler? Mention the style of sculpture that developed during the region of Kushanas. അപ്പോൾ എന്താണ്, കുഷാനാസിലെ ഫേമസ് റൂളർ ആരാണ്, അവരുടെ 2 സ്റ്റൈല് മെൻഷൻ ചെയ്യാനും. അപ്പോൾ ആരാണ്, കനിഷ്കയാണ് ഫേമസ് റൂളർ. അപ്പോൾ അവരുടെ സ്കൾപ്ചർ പറഞ്ഞത് എങ്ങനത്തെയാണ്, ഗന്ധാര സ്കൾപ്ചറാണ്. ദെൻ നാലാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ കൺവെൻഷണൽ സിമ്പിൾസ് ഇൻ മാപ്പ്. അപ്പോൾ മാപ്പിൽ യൂസ് ചെയ്യുന്ന 2 സിമ്പിൾസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പിൾസ് ഏതാണെന്ന് പറയാൻ. ഏതാണ്, ആദ്യത്തേത് ഫോർട്ടാണ്. ഫോർട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുക. ദെൻ രണ്ടാമത്തേത് ഗ്രേവ് യാർഡ്. ഓക്കെ, ദെൻ 5ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ മൗര്യാസ്. അപ്പോൾ മൗര്യാസിൻ്റെ ടാക്സസ് ആണ്. അപ്പോൾ അത് എന്തിൻ്റെ ഒക്കെയാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടാക്സസിൻ്റെ അവിടെ ഭാഗമാണ് എഴുതിയിട്ടുണ്ട്. സെക്ടേഴ്സ് ഇൻ വിച്ച് ദ ടാക്സ് വാസ് ഇമ്പോസ്ഡ്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യണം. അവിടെ എന്തിൻ്റെ ടാക്സ് ആയിരുന്നു ഭാഗ എന്ന് പറയുന്നത്, ടാക്സ് ഓൺ ലാൻഡ്. ഇനി അടുത്തതിൽ സെക്ടർ തന്നിട്ടുണ്ട്, ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ അതിൻ്റെ ടാക്സിൻ്റെ പേരെന്താ, ബാലിയാണ്. അപ്പോൾ അവിടെ ബാലി എന്ന് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ആൻസർ എനി 4 questions ഫ്രം 6 to 10 ഈച്ച് ക്യാരി 3 scores. അപ്പോൾ 6 മുതൽ 10 വരെയുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 3 എണ്ണം. അപ്പോൾ നമുക്ക് നോക്കാം. 543 ഡയറക്റ്റ്ലി എലക്റ്റഡ് മെമ്പേഴ്സ്. അപ്പോൾ 543 ഡയറക്റ്റ്ലി എലക്റ്റഡ് മെമ്പേഴ്സ്. 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്, 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്. ദെൻ നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ലോക്സഭ ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. 3 മാർക്കാണ്, 3 ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ ദ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിൻ്റെ ഇൻഫോർമേഷൻ്റെ മേജർ സോഴ്സസ് എവിടുന്നായിരുന്നു അതിലേതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതാം ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ആൻഷ്യൻ തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടിയത്. ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ദെൻ 8ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഒരു എക്കോണമിയുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. റൈറ്റ് എനി 3 പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സപ്ത സിന്ധൂസ് റീജിയൻ. അപ്പോൾ സപ്ത സിന്ധു റീജിയനിലുള്ള ജനങ്ങളുടെ ഏതെങ്കിലും 3 പെക്യൂലിയാരിറ്റീസ് എഴുതുക. കുറേ പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 3 എണ്ണം എഴുതുക.
ആര്യൻസ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. അപ്പോൾ അവിടെയുള്ള ആര്യൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ട്രൈബ്സിൽ ബിലോങ് ചെയ്തിട്ടുള്ളവരാണ്. ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. അപ്പോൾ ഓരോ ട്രൈബും ഓരോ ഫാമിലീസാണ്. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രൈബ് വാസ് സെലക്റ്റഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ട്രൈബ്. അപ്പോൾ ആ ട്രൈബിലെ എൽഡസ്റ്റ് മെമ്പറാണ് അവിടുത്തെ ഹെഡ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. അൾട്രാ വയലറ്റ് റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസർ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അൾട്രാ വയലറ്റ് റേസിന്. അപ്പോൾ അതിലേതെങ്കിലും 3 എഴുതുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കി നോക്കാം. Then answer any 2 questions from 11 to 13 each carry 4 scores. അപ്പോൾ 11 മുതൽ 13 വരെയുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. അപ്പോൾ 11ാമത്തെ ചോദ്യം, മാച്ച് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യുക. കുറിഞ്ചി, മുല്ലായ്, മരുതൻ, നെയ്താൽ എന്ന് പറഞ്ഞതാണ് എയിൽ. ദെൻ ബിയിൽ കോസ്റ്റൽ റീജിയൻ, ഹില്ലി റീജിയൻ, ഗ്രാസ് ലാൻഡ്, വെറ്റ് ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് മാച്ച് ചെയ്താൽ എന്ത് വരും? കുറിഞ്ചിയുടെ അവിടെ ഏതാ വരിക? ഹില്ലി റീജിയൻ. കുറിഞ്ചി ഹില്ലി റീജിയൻ. ദെൻ മുല്ലയുടെ അവിടെ എന്താ വരിക? മുല്ലായ് ഗ്രാസ് ലാൻഡാണ്. മരുതം ഏതാണ്? വെറ്റ് ലാൻഡ്. നെയ്താൽ കോസ്റ്റൽ റീജിയൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who proposed the drain theory? What are the main reasons of economic drain according to this theory? അപ്പോൾ എന്താണ്, ആരാണ് ഡ്രെയിൻ തിയറി പ്രൊപ്പോസ് ചെയ്തത്? ഇതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? ആരാണ് ഡ്രെയിൻ തിയറി പ്രൊപ്പോസ് ചെയ്തത്? ദാദാഭായ് നെഹ്റുജി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്താണെന്ന് നോക്കി നോക്കാം. The British officers in India were paid high salaries. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് ഹൈ സാലറീസ് പേ ചെയ്യേണ്ടി വന്നു. ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബ്രോട്ട് അറ്റ് എക്സ്ട്രീംലി ലോ പ്രൈസ് were sold at high price in Indian market. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ ഹൈ പ്രൈസിന് വിൽക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ. അപ്പോൾ ബ്രിട്ടീഷ് എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വെൽത്ത് റോബ് ചെയ്തു. ദെൻ ഇന്ത്യൻ ലേബേഴ്സ് were treated as slaves and farm and industrial products were exported to England. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലേബേഴ്സൊക്കെ സ്ലേവ്സും അതുപോലെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പണിയെടുക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രെയിൻ തിയറിയുടെ റീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവാലുവേറ്റ് ദ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ അശോക ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. അപ്പോൾ ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശോകൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? മെയ്ഡ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ റോക്സ്. അപ്പോൾ റോക്സിലൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി. സെൻഡ് ഓഫീസേഴ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആൻഡ് അതർ കൺട്രീസ് ടു പ്രൊപ്പഗേറ്റ് ദമ്മ. അപ്പോൾ ദമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ഓഫീസേഴ്സിനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രിയിലേക്കും അതുപോലെ തന്നെ വേറെ കൺട്രീസിലേക്കും ഒക്കെ അയച്ചു. ഇൻസ്റ്റാൾഡ് സ്തുപ്താസ് കണ്ടെയ്നിങ് ദ റിലിക്സ് ആൻഡ് ലെഫ്റ്റ് ഓവർ ഓഫ് ബുദ്ധ ഇൻ വാരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി. ഇറക്റ്റഡ് edicts in various part of the country. Okay, answer any 2 questions from 14 to 16 each carries 5 score. അപ്പോൾ ഇനി 5 മാർക്കുള്ള ചോദ്യങ്ങളാണ്. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതുക. ഓരോന്നിനും 5 മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ടു ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിക്കും അതുപോലെ തന്നെ കൾച്ചറിനും ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്?
അപ്പോൾ ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും കോൺട്രിബ്യൂഷൻസ് എഴുതുക. അപ്പോൾ ആദ്യം ബുദ്ധിസം എഴുതുക. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്. ഈ ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ടെനറ്റ്സ് വാസ് അഹിംസ. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഹിംസയായിരുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ഓരോരുത്തരെയും കർമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ മോറൽ ലൈവ്സ് ഓഫ് പീപ്പിൾ. മോറൽ ലൈവ്സ് ഓഫ് പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ബുദ്ധിസത്തിൻ്റെ 5 പോയിൻറ്റ്സ് എഴുതി. ഇനി നമുക്ക് ജൈനിസത്തിൻ്റെ നോക്കാം. അഡ്വൈസ് ദ പീപ്പിൾ ടു ലീഡ് റൈറ്റ് ലൈഫ് ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ദ ജെയിൻ saints were abstained from telling lies, killing, stealing and acquiring wealth, followed celibacy in life, encouraged construction of stone pillars, cave temples and statues. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജൈനിസത്തിൻ്റെ പോയിൻറ്റ്സ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ബുദ്ധിസം ജൈനിസം കൂടിയിട്ട് 5 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അപ്പോൾ കൂട്ടുകാർ ഓരോന്നിനും ഒരു 3 എണ്ണം വെച്ചിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. 15th question. The most powerful among Mahajanapadas was Magadha. What was the reason for their supremacy? അപ്പോൾ എന്താണ് മഹാജനപദാസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് മഗധാസ് ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ സുപ്രമസിയിലാവാനുള്ള റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? റിച്ച് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ ഇനാബിൾ ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അയൺ ഓർ നന്നായിട്ട് ഉള്ള കാരണം അത് വെച്ചിട്ട് അവർക്ക് വെപ്പൺസും ഫാമിംഗ് എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമായി. ഗംഗ ആൻഡ് ഹെർ ട്രിബ്യൂട്ടറീസ് മെയ്ഡ് മഗധ ഫെർട്ടൈൽ ലാൻഡ്. അപ്പോൾ ഗംഗ ഒക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ഭയങ്കര അധികം ഫെർട്ടൈൽ ആയിരുന്നു. Trees from nearby forest in the Gangetic plains were used for making big boats to facilitate trade. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ ട്രീസൊക്കെ യൂസ് ചെയ്തിട്ട് ബോട്ടൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. മെയ്ഡ് യൂസ് ഓഫ് എലഫൻസ് ഇൻ ബാറ്റിൽസ്. അപ്പോൾ യുദ്ധങ്ങൾക്കൊക്കെ എലഫൻസിനെ യൂസ് ചെയ്തു. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ അഗ്രികൾച്ചറും കൊമേഴ്സും ഒക്കെ പ്രോഗ്രസ് ആയി. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഈസി ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും 5 പോയിൻറ്റ്സ് എഴുതുക. ദെൻ ക്ലാസിഫൈ മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് മാപ്സ് ക്ലാസിഫൈ ചെയ്യാൻ അതിൻ്റെ എക്സാമ്പിൾസും പറയുക. ഓക്കെ, സ്കെയിലിൻ്റെ ഇതിൽ മാപ്സ് 2 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്മോൾ സ്കെയിൽ മാപ്സും അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ മാപ്സും. ദെൻ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫ് ലാർജർ ഏരിയ. മാപ്സ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഒരു വലിയൊരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്ന മാപ്പാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറ്റ്ലസ് മാപ്പ്, അതുപോലെ തന്നെ വാൾ മാപ്സ് ഒക്കെ. ഇനി ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് റെപ്രസെൻറ്റിങ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഓഫ് എ സ്മോൾ ഏരിയ. ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്നതാണ് ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.